PSC ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ യൂണിവേഴ്സിറ്റി LGSൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണല്ലേ, മൂന്നാമത്തെ സെക്ഷൻ, വീഡിയോ സെക്ഷനാണ് ഇന്നത്തേത്. അപ്പം പല ഉദ്യോഗാർത്ഥികളും അശ്വതി, സുജി, അതുപോലെ തന്നെ സുമ, സുനിലും നസ്ലും ഒക്കെ നമ്മുടെ ഈ വീഡിയോൻ്റെ യൂണിവേഴ്സിറ്റി LGSൻ്റെ ദൈർഘ്യം കൂട്ടണമെന്നൊരു കമൻറ്റ് രേഖപ്പെടുത്തിയിട്ട് ഞാൻ കണ്ടു. ഞാൻ പരമാവധി ശ്രമിക്കാം. അപ്പം സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ട് പറ്റുമെങ്കിൽ 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ അല്ലേ? അപ്പം എല്ലാവരുടെയും കമൻറ്റൊക്കെ വായിക്കുന്നുണ്ട്, സന്തോഷം. കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും, ഉറപ്പ്. ഷുവർ ഷോട്ടാണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഓടിച്ചു പറയാം. റിവിഷനാണ്, റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്താലേ നമുക്ക് കിട്ടൂ. അപ്പം സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പം സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് NSS എന്ന് പറഞ്ഞു. NSSൻ്റെ ആസ്ഥാനം എവിടെയാണ്? പെരുന്ന. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇന്നത്തെ ചോദ്യങ്ങൾ തുടങ്ങണത്രേ. ഓക്കെ അല്ലേ? അപ്പോൾ NSSൻ്റെ ആസ്ഥാനം പെരുന്നയാണ്. NSSൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് K കേളപ്പനും NSSൻ്റെ ആദ്യത്തെ ട്രഷറർ പനങ്ങോട് കേശവ പണിക്കറുമാണ്. NSSൻ്റെ ആദ്യത്തെ പേര് നായർ വൃദ്ധജന സംഘം എന്നാണ്. NSS എന്ന പേര് നിർദ്ദേശിച്ചതാരാണ്? പരമപിള്ളയാണ്. പരമപിള്ള. ചട്ടമ്പി സ്വാമി സമാധിയായത് പന്മനയാണ്. 1924 മെയ് 5 മലബാറിൽ ഞാൻ യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞതാണ് വിവേകാനന്ദനാണ് അല്ലേ. കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച് G ശങ്കരക്കുറുപ്പും. ശ്രീനാരായണ ഗുരുവിനോടുള്ള ആദരസൂചകമായിട്ട് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1967 ഓഗസ്റ്റ് 21. ശ്രീനാരായണ ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ് അല്ലേ, ശ്രീലങ്ക. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചതാരാണ്? K സുരേന്ദ്രൻ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്പീഡിൽ വായിച്ചു പോകുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് കൊണ്ടാണ് ഇത്ര സ്പീഡ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കാണാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പ്ലേലിസ്റ്റിൽ പോവുക. യൂണിവേഴ്സിറ്റി LGSൻ്റെ മെയിൻസിൻ്റെ പ്ലേലിസ്റ്റ് പോയിട്ട് ആ വീഡിയോ കാണുക കേട്ടോ. കഴിഞ്ഞ 1-2 വീഡിയോ കാണുക. ഓക്കെ അല്ലേ? ഇനി ശ്രീനാരായണ ഗുരു പങ്കെടുത്ത അവസാനത്തെ ചടങ്ങ് നടന്ന സ്ഥലം എവിടെയാണ്? കോട്ടയമാണ്. കോട്ടയം. ഓക്കെ അല്ലേ? അപ്പം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? 1941 അല്ലേ. കീഴൂർ ബോംബ് കേസ് നടന്നത് 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചാണ് എന്ത് നടന്നത്? കീഴൂർ ബോംബ് കേസ് അല്ലേ. ഓക്കെ അല്ലേ? ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നത്തെ ക്വസ്റ്റ്യൻ പഠിക്കാം. തവാങ് ബുദ്ധ തവാങ് ബുദ്ധ വിഹാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. തവാങ് ബുദ്ധ വിഹാരം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ എന്താണ്? ഇനി അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ ബുദ്ധ സന്യാസി മഠമാണ് തവാങ് എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ബുദ്ധ സന്യാസി മഠമാണ് തവാങ്. ഹിമാചൽ പ്രദേശിലെ ബുദ്ധമത കേന്ദ്രം ഏതാണ്? ധർമ്മശാല. എന്താണ്? ഹിമാചൽ പ്രദേശിലെ ബുദ്ധമത കേന്ദ്രം ധർമ്മശാലയാണ്. ദലൈലാമയുടെ ഇപ്പോഴത്തെ ആസ്ഥാനം ധർമ്മശാല. PSC ചോദിച്ചു ദലൈലാമയുടെ ഇപ്പോഴത്തെ ആസ്ഥാനം എന്ന് PSC ചോദിച്ചു. ഏതാണ്? ധർമ്മശാല. താലിബാൻ തകർക്കപ്പെട്ട അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധ പ്രതിമയാണ് ബാമിയാൻ എന്ന് പറയുന്നത്. താലിബാൻ തകർക്കപ്പെട്ട അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധ പ്രതിമയാണ് ബാമിയാൻ. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ജൈന പ്രതിമയാണ് ഋഷഭദേവൻ, മഹാരാഷ്ട്രയിലെ ഋഷഭദേവൻ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ ബുദ്ധ സന്യാസി മഠമാണ് തവാങ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ബുദ്ധ സന്യാസി മഠമാണ് തവാങ്. ഈ തവാങ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു. തവാങ് അരുണാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ ബുദ്ധമത കേന്ദ്രം ഏതാണ്? ധർമ്മശാല. ദലൈലാമയുടെ ഇപ്പോഴത്തെ ആസ്ഥാനം ധർമ്മശാല. താലിബാൻ തകർക്കപ്പെട്ട അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധ പ്രതിമയാണ് ബാമിയാൻ. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ജൈന പ്രതിമയാണ് ഋഷഭദേവൻ, മഹാരാഷ്ട്ര. ഓക്കെ അല്ലേ? ഇനി ഇത് 12ാമത്തെ ക്വസ്റ്റ്യൻ. സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് ഏത്? എന്താണ്? സിന്ധു നദിയുടെ 12 വയസ്സില്ല അല്ലേ, സോറി. സിൽവാസ ഏത് കേന്ദ്രഭരണ പ്രദേശിൻ്റെ തലസ്ഥാനമാണ്? സിൽവാസ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ്?
ദാദ്ര നഗർ ഹവേലി ദാദ്ര നഗർ ഹവേലിയുടെ തലസ്ഥാനമാണ് സിൽവാസ എന്ന് പറയും. ദാദ്ര നഗർ ഹവേലിയുടെ തലസ്ഥാനമാണ് സിൽവാസ. എന്താണ്? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന ദാദ്ര നഗർ ഹവേലിയാണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മാപ്പ് നമ്മുടെ മനസ്സിൽ വരണം. ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗം നമുക്ക് മനസ്സിൽ വരണം. ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗത്തെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ദാദ്ര നഗർ ഹവേലിയാണ്. ട്രൈബൽ കൾച്ചറൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിൽവാസയിലാണ്. ട്രൈബൽ കൾച്ചറൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിൽവാസ. ഇനി ഭൂതാനി തടാകം, വാൻഗംഗ തടാകം, വനവിഹാർ പൂന്തോട്ടം എന്നിവ ദാദ്ര നഗർ ഹവേലിയിലാണ്. എന്തൊക്കെയാണ്? ഭൂതാനി തടാകം, വാൻഗംഗ തടാകം, വനവിഹാർ പൂന്തോട്ടം എന്നിവ ദാദ്ര നഗർ ഹവേലിയിലാണ്. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ ഈ പറയുന്ന ഈ വീഡിയോ ക്ലാസ് എടുക്കുന്ന ഈ PDF ഒക്കെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോവുക. അത് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിൽവാസ ഏത് കേന്ദ്ര പ്രദേശിൻ്റെ തലസ്ഥാനമാണ്? സിൽവാസ എന്ന് പറയും ദാദ്ര നഗർ ഹവേലിയുടെ തലസ്ഥാനമാണ് സിൽവാസ എന്ന് പറയുന്നത്. ഇനി ദാദ്ര നഗർ ഹവേലിയുടെ മറ്റൊരു വിശേഷണമാണ് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന ഏതാണ്? ദാദ്ര നഗർ ഹവേലിയാണ്. ട്രൈബൽ കൾച്ചറൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സിൽവാസ. ഭൂതാനി തടാകം, വാൻഗംഗ തടാകം, വനവിഹാർ പൂന്തോട്ടം എന്നിവ ദാദ്ര നഗർ ഹവേലിയിലാണ്. എന്തൊക്കെയാണ്? ഭൂതാനി തടാകം, BSc ചോദിക്കാം ചിലപ്പം. ഭൂതാനി തടാകം എവിടെയാണ്? വാൻഗംഗ തടാകം എവിടെയാണ്? വനവിഹാർ പൂന്തോട്ടം എന്നിവ എവിടെയാണെന്നൊക്കെ BSc ചോദിക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം. എന്താണ് 13ാമത്തെ ക്വസ്റ്റ്യൻ? സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇന്ത്യൻ നദികൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇത് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് ഏതാണ്? യമുനയാണ്. ഓപ്ഷൻ A യമുനയാണ് ശരിയായിട്ടുള്ള ഉത്തരം. നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് പഠിച്ചൂടെ? ഇനി ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. സിന്ധുവിൻ്റെ പ്രധാന 5 പോഷക നദികളാണ് ചലം, ചിനാബ്, രവി, ബിയാസ് എന്ന് പറയുന്നത്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജും കൂടി ഉണ്ട്. അപ്പം ആ ക്രമത്തിൽ നിന്ന് പഠിക്കുക. സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട 5 പോഷകങ്ങൾ, ഓരോ നദികളും അവരുടെ പോഷകങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോവുക. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, എവിടെയൊക്കെ കിടക്കുന്നു, ഏതൊക്കെ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു എന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. സിന്ധുവിൻ്റെ പ്രധാന 5 പോഷക നദികളാണ് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ 5 നദികളിൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? ബിയാസ് ആണ്. ബിയാസ്. അപ്പം സിന്ധുവിൻ്റെ 5 നദികളിൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ കടന്ന് ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സത്ലജ്. തെറ്റിപ്പോകരുത്. പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സത്ലജ്. കാശ്മീരിലെ ഉളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിൻ്റെ പോഷക നദി ചലമാണ്. ഈ 4 പോയിന്റും 5 പോയിന്റും പ്രീവിയസ് ഇയർ ആണ് കേട്ടോ. അപ്പം കാശ്മീരിലെ ഉളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? ചലമാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറയാം. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട 5 പോഷക നദികളാണ് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്ന് പറയുന്നത്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി സത്ലജ്. കാശ്മീരിലെ ഉളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? ചലം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 14ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഒറീസയിലെ റൂർക്കേല ഉരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥാപിതമായത്? എന്താണ് ക്വസ്റ്റ്യൻ? ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഒറീസയിലെ റൂർക്കേല ഉരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥാപിതമായത്? നമുക്കറിയാം ഓപ്ഷൻ B ജർമ്മനിയാണ് അല്ലേ? ജർമ്മനി. ഉരുമ്പുരുക്ക് ശാലകളും അവയുടെ സംസ്ഥാനവും സഹായം നൽകിയ രാജ്യങ്ങൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പഠിച്ചാലോ?
എന്താണ് ക്വസ്റ്റ്യൻ? പഠിച്ചൂടെ? സെറ്റല്ലേ? ഇതാ ഇനി ഉരുമ്പുരുക്കിശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം. 3 കോളങ്ങളാണ്. അറിയാത്തതുണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തതിന് ശേഷം PDF പലതവണ ആവർത്തിച്ച് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പം റൂർക്കേല ഉരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് റൂർക്കേല, ഒഡീഷ. അതിന് സഹായം നൽകിയത് എവിടെയാണ്? ആരാണ്? ഏത് രാജ്യമാണ്? ജർമ്മനി. റൂർക്കേല, ഒഡീഷ, ജർമ്മനി. റൂർക്കേല, ഒഡീഷ, ജർമ്മനി. റൂർക്കേല ഉരുമ്പുരുക്ക് നിർമ്മാണശാല ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. സഹായം നൽകിയത് ജർമ്മനിയാണ്. നെക്സ്റ്റ് ഭിലായി. ഭിലായി എവിടെയാണ്? ഭിലായി ഛത്തീസ്ഗഡ്. ഭിലായി ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു. ഭിലായി ഛത്തീസ്ഗഡ്, റഷ്യ. റഷ്യയാണ് ഭിലായി ഉരുമ്പുരുക്ക് നിർമ്മാണശാലയ്ക്ക് സഹായം നൽകി നിർമ്മാണത്തിന് സഹായം നൽകിയത്. അപ്പം ദുർഗാപൂരോ? ദുർഗാപൂർ പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. സഹായം നൽകിയത് ബ്രിട്ടൻ. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബ്രിട്ടൻ സഹായം നൽകി. നെക്സ്റ്റ് ബൊക്കാറോ ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. സഹായം നൽകിയത് റഷ്യ. ബൊക്കാറോ, ജാർഖണ്ഡ്, റഷ്യ. അപ്പം റഷ്യ ഭിലായി ഉരുമ്പുരുക്ക് നിർമ്മാണശാലയ്ക്കും ബൊക്കാറോ ഉരുമ്പുരുക്ക് നിർമ്മാണശാലയ്ക്കും സഹായം നൽകിയ രാജ്യമാണ്. അപ്പം റൂർക്കേല, ഒഡീഷ, ജർമ്മനി. ഭിലായി ഛത്തീസ്ഗഡ്, റഷ്യ. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബ്രിട്ടൻ. ബൊക്കാറോ, ജാർഖണ്ഡ്, റഷ്യ. ഒന്നും കൂടി പറയാം. റൂർക്കേല, ഒഡീഷ, ജർമ്മനി. ഭിലായി ഛത്തീസ്ഗഡ്, റഷ്യ. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബ്രിട്ടൻ. ബൊക്കാറോ, ജാർഖണ്ഡ്, റഷ്യ. പഠിച്ചൂലേ? നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 15ാമത്തെ ക്വസ്റ്റ്യൻ? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനി ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനി ഏതാണ്? ഓപ്ഷൻ സി ആസ്ട്രോസാറ്റ് ആണ്. ഇപ്പം ഇനി വരുന്ന പരീക്ഷയിൽ നിങ്ങളുടെ ചാന്ദ്രയാൻ മൊത്തം 1, 2, 3 ഇവയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുക. 1 മാർക്ക് ഷുവർ ഷോട്ടാണ്. 110% ഉറപ്പാണ് ചാന്ദ്രയാൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ചാനൽ നമുക്ക് നമ്മുടെ PSC ട്രിക്സ് എന്ന ഈ ചാനലിൽ ചാന്ദ്രയാനെ കുറിച്ച് ഒരു ക്ലാസ് ഇടാം കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് ചാന്ദ്രയാൻ 1, 2, 3 ഇവയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്ലാസ് ഇടാം. ഓക്കെ. അപ്പം PDF തയ്യാറാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം കൂടുതൽ സമയം എനിക്ക് അതിന് വേണ്ടിയിട്ട് ഇല്ല. അപ്പം ഓഡിയോ ക്ലാസ് നമുക്ക് ചാനലിൽ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. കിട്ടുന്നതൊക്കെ നോക്കിയിട്ട് നോക്കാം. ഓക്കെ അല്ലേ? അപ്പം 15ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനി ഏതാണ്? ആസ്ട്രോസാറ്റ് ആണ്. ആസ്ട്രോസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനി ഏതാണ്? ആസ്ട്രോസാറ്റ് ആണ്. ആസ്ട്രോസാറ്റ് പഠിച്ചൂടെ? ഇനി ആസ്ട്രോസാറ്റിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ആസ്ട്രോസാറ്റിനെ വഹിച്ചു കൊണ്ടുപോയ വാഹനമാണ് PSLV-C 30 എന്ന് പറയുന്നത്. PSLV-C 30. അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനിയാണ് ആസ്ട്രോസാറ്റ്. ഈ ആസ്ട്രോസാറ്റിനെ വഹിച്ചു കൊണ്ടുപോയ വാഹനമാണ് PSLV-C 30. 2015 സെപ്റ്റംബർ 28 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഏത് ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത്? 2015 സെപ്റ്റംബർ 28 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ചു. ഈ ആസ്ട്രോസാറ്റിൻ്റെ ഭാരം എത്രയാണ്? 1513 ആണ്. 1513. ഓക്കെ അല്ലേ? ഇനി ആസ്ട്രോസാറ്റിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു വിദേശ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 6. അപ്പം ആസ്ട്രോസാറ്റിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് വിദേശ ഉപഗ്രഹങ്ങളുടെ എണ്ണം 6 ആണ്. അപ്പം ആസ്ട്രോസാറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനിയാണ് ആസ്ട്രോസാറ്റ്. ഈ ആസ്ട്രോസാറ്റിനെ വഹിച്ചു കൊണ്ടുപോയ വാഹനം PSLV-C 30. 2015 സെപ്റ്റംബർ 28 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഭാരം 1513 കിലോഗ്രാം. ആസ്ട്രോസാറ്റിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് വിദേശ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. 6. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ നമ്മുടെ ഫയർമാൻ്റെ പരീക്ഷയ്ക്കും കൂടി ചോദിച്ചു അല്ലേ? അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതാണ്? അപ്പം ഒന്നാമത്തെ ഫയർമാൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഓരോ സ്ഥലങ്ങളും അവയിൽ നേതൃത്വം നൽകിയ ആൾ ആരൊക്കെയാണ്? കാൺപൂരിൽ ആരാണ്? അതുപോലെ തന്നെ ബറേലിയിൽ ആരാണ് എന്നൊക്കെ PSC ചോദിച്ചു. അപ്പം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതിലാണ് ഉത്തരം ഏതാണ്? ഓപ്ഷൻ
ഓപ്ഷൻ ഡി പഞ്ചാബും ബോംബെയുമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചാബും ബോംബെയുമാണ്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് പഠിച്ചുകൂടെ നമുക്ക്. അപ്പം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ പഞ്ചാബും ബോംബെയുമാണ്. ഈ 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റ്. ഈ മീററ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഡൽഹിയിൽ വിപ്ലവത്തിന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് 1857 ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡുമാണ്. ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. മീററ്റിൽ നേതൃത്വം നൽകിയത് ഖേദം സിംഗും ബറേലിയിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാനുമാണ്. ബറേലി ഖാൻ ബഹദൂർ ഖാൻ. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ. അപ്പം 1857 വിപ്ലവത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയും. മീററ്റിൽ ഖേദം സിംഗ്, ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. അപ്പം 1857 വിപ്ലവം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് പഞ്ചാബും ബോംബെയും എന്ന് പറയുന്നത്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. മീററ്റിൽ ഖേദം സിംഗ് ആണ്. ബറേലിയിൽ ഖാൻ ബഹദൂറാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്, ഇവിടെ നിർത്തുകയാണ്. അപ്പം അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ PDF ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെ, സി യു.